പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊരു പരിപാടിയിലാട്ടോ. സൽമാൻക്കുണ്ട്, നിഹാൽക്കുണ്ട്. അപ്പോൾ നമ്മളെങ്ങോട്ടാ പോണേ? ഹബ് ഫാക്ടറി പോട്ടെ. അതായത് നമ്മളെ ചെക്കന്മാർ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ സെലക്ട് ആക്കുന്ന നമ്മളെ ഷോപ്പാണ് ഹബ് ഫാക്ടറി. നമ്മൾ ഇവിടുന്ന് എല്ലാവരും പോണ ഷോപ്പാണ് ഹബ് ഫാക്ടറി. അതായത് കിഡിലൻ കളക്ഷൻസ് ആണ് ഷൂകൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കര തന്നെയാണ് ഷോപ്പ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെ പോവാണ്. എന്നാർക്ക് നിഹാൽക്കൊക്കെ വേണ്ടേ? അപ്പോൾ നിഹാൽക്ക് ഇന്ന് ദുബായ് പോകട്ടോ. ദുബായ് പോയല്ലേ? ഫസ്റ്റ് ആണോ? ഫസ്റ്റ് പോയിട്ടുണ്ട്, വർക്കിന് പോയിനി. എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ. അപ്പോൾ നിഹാൽക്ക് ദുബായ് ഉച്ചയ്ക്ക് ശേഷം പോവാണ് അല്ലേ? പരിപാടി ഉണ്ട് അല്ലേ? അപ്പോൾ അനുവിന് പ്രോഗ്രാം ഉണ്ട് അവിടെ. അപ്പോൾ ഇവരെല്ലാവരും ഫുൾ ടീം ഇന്ന് പോവാണ് ദുബായിക്ക്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് ഹബ് ഫാക്ടറി പോയി ഷൂ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത്. സൽമാൻക്കൊക്കെ പെരുന്നാളാണ് അല്ലേ? ഞങ്ങള് അപ്പൊ എന്താ വെച്ചാൽ പെരുന്നാളിന് നാട്ടിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഇവലെല്ലാവരും പോവാണ്. ഇവലൊക്കെ ഇനി പോയാൽ 5-ാം തീയതി ഇറങ്ങിക്ക് തിരിച്ചു വരുള്ളൂ. അപ്പൊ അർബാബില്ലാത്ത പെരുന്നാളാണ് സൽമാൻ ആഘോഷിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേണം ഓരോ ഷൂ ഒക്കെ. അപ്പൊ ഞങ്ങൾ പോയി നോക്കാണ്, ഹബ് ഫാക്ടറിയിൽ പോവാണ്. അപ്പൊ നീ ആൾക്കാരെ കണ്ടിട്ട് കുറെ ദിവസം എവിടെ ഇനി ഫുള്ള് വീട്ടില് കോളേജിൽ പോയി തൊടുപുഴ. കോളേജ് കഴിഞ്ഞിട്ട് ഇടക്കിടക്ക് കോളേജ് പോണതിന്റെ ഉദ്ദേശം എന്താണ്? കോളേജ് കഴിഞ്ഞ ചെക്കന്മാരവിടെ ഉണ്ടാവോ? അങ്ങനല്ലേ? അല്ല, നമ്മളും ഇതേമാതിരി കോളേജ് കഴിഞ്ഞതാണ്. അത് എന്ത് കലോത്സവമാണ്? എന്ത് കലോത്സവമാണ്? ഓക്കെ. അപ്പൊ അതിന് പോയത് ഇനി അടിപൊളിയായി പൊളിച്ചടുക്കി. അതിന്റെ വീഡിയോ ഇട്ട് നോക്കണം നമുക്ക്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് അല്ലേ? അപ്പൊ നീ കേൾക്കാ, നമ്മളെ ചാനല് 2 ലാഖായി. അതെ. അപ്പൊ നിയാൽക്ക 2.5 ലക്ഷമായി. 2 ലക്ഷം കഴിഞ്ഞിട്ടോ? ഇല്ല, കഴിഞ്ഞില്ലേ? എന്നാലും 2ന്റെ മേലേക്കണ് എന്തായാലും. 3ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 240 250 അവനേക്കണ്. സൽമാൻക്ക് എത്ര? 1.25 ആയിക്കോട്ടെ. എന്തായാലും 1ന്റെ മേലെ പോയിക്കണ്. അപ്പൊ ചെക്കന്മാർക്ക് എല്ലാവർക്കും പ്ലേ ബട്ടൺ അപ്ലൈ ചെയ്തോ? നിയാൽക്ക് ചെയ്തോ? ഓക്കെ. അപ്പൊ ചെക്കന്മാർക്ക് പ്ലേ ബട്ടൺ വന്നോണ്ടിരിക്കാണ്. അപ്പൊ എല്ലാരും ഒപ്പം നിക്കണം അല്ലേ? അതിനിപ്പോ അസറും കൂടിയാണ് ഇപ്പൊ വേണ്ടിയത്. അപ്പൊ ഞാൻ ഏകദേശം ആയിക്കണം. അപ്പൊ അസറുവിന്റെ കൂടി 100K ആവാനുണ്ട്. അപ്പൊ സബ്സ്ക്രൈബ് എല്ലാ ആളുകളൊക്കെ പോയി കണ്ട് എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. 100K എത്രയും പെട്ടെന്ന് ആക്കി കൊടുക്കണം എന്നാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതെ. എന്നിട്ട് നമ്മള് അർബാബിന്റെ കൂടെ. അതെ. അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങളെ കൊണ്ടൊക്കെ ചാനൽ തുടങ്ങിപ്പിക്കുന്നത് അർബാബാണ്. അപ്പോ ഹനാനാണ് നമ്മളെ കൊണ്ടൊക്കെ എല്ലാവരും കൊണ്ട് ചാനൽ തുടങ്ങിപ്പിക്കണത്. എന്താ വെച്ചാല് ഓൻ പറഞ്ഞു അല്ലേ, നമ്മള് അതെ. അപ്പൊ എന്താ വെച്ചാല് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാവരും ചാനലൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നല്ല സപ്പോർട്ടാണല്ലേ ഇവര് നമുക്ക് ജനങ്ങള് നമ്മളെ കാണുന്ന ആളുകൾ തന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ആർക്കാണെങ്കിലും കേട്ടോ നല്ല അതെ കിഡിലെ സപ്പോർട്ടാണ് നമുക്ക് നിങ്ങളെ സൈഡിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ വീണ്ടും എന്ത് ചെയ്യണത്, ചെയ്യാൻ പ്രേരിപ്പിക്കണത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഈ തരുന്ന സപ്പോർട്ടിന് നമ്മളെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നൊരു ബിഗ് സല്യൂട്ട് നമ്മളെല്ലാവരും തരാണ്. നമ്മളെ ഫുൾ ക്രൂവിന് വേണ്ടിയിട്ടില്ല. ഒരു വണ്ടി ഓടിക്കുന്നതുകൊണ്ട് സൽമാൻ നീച്ചിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഞങ്ങൾക്കും നീച്ചിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ തരുന്ന സപ്പോർട്ടിന് അകമഴിഞ്ഞ സപ്പോർട്ടിന് നമ്മളെ ഫുൾ താങ്ക് യു. നമ്മളെ ഹൃദയത്തിന്റെ അടിത്തട്ടിനുള്ള താങ്ക്സ് പറയണേ. നമ്മളെ ചെക്കന്മാരെ ഫുൾ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇനി അവിടെ ഷോപ്പിലേക്ക് പോവാണ്. അവിടെ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തരാ ബാക്കി പരിപാടികൾ കാണിച്ചു തരാം. അപ്പൊ ഇയാൾക്ക് ഉറങ്ങിയിട്ടില്ല തോന്നുന്നുണ്ട്. കണ്ണുമുറൊക്കെ ആകെ ചീർത്ത്. ഇന്ന് രാവിലെ വന്ന് അപ്പൊ ഒന്ന് കണ്ട് വീഡിയോ കണ്ട്. അപ്പൊ പുലർച്ചെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നാട്ടിലിരുന്നപ്പോ നേരെ പിന്നെ കൊച്ചി ഒരു ഉപ്പാനെ വിളിക്കാൻ പോയി. അപ്പൊ വന്നിട്ട് ഉറങ്ങാൻ വിചാരിച്ചു. വന്ന് ലാൻഡ് ചെയ്തപ്പോ തന്നെ ജുമാക്കളെ സമയം ജുമാ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ വിചാരിച്ചപ്പോ പെട്ടി ഉറക്കലേ. പെട്ടി ഉറന്നപ്പോ ബസ് വരലേ. ബസ് വന്നപ്പോ നേരം കണ്ടെത്തി. സമയം കിട്ടിയില്ല. പെട്ടി പൊളിച്ചിട്ട് ആകെ കൊടുന്ന എന്താ അറിയോ, നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടൂല ചുയിങ്കം മേടിക്കാൻ. മറ്റേ ചുയിങ്കം ബനാന ഫ്ലേവർ. എന്താ മുത്താനക്ക് ഞാനൊരു പെട്ടി വരുന്നു. അതെ, ഈ വരവില്ലേ അത്രേ ഉള്ളൂ. അതിന് വാപ്പന് സർപ്രൈസ് ആയിട്ട് വന്നല്ലേ പറയാതാണ്. അതുകൊണ്ടാവും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നമ്മൾ പൊന്നാനിക്ക് ഒരു വരവുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ വന്നിട്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ പൊന്നാനിക്ക് ജാഗ പുലർച്ചെ അതുണ്ട് ആൾക്കാർ കട വെച്ചോ.
വണ്ടി നമ്മളെ ഇതുണ്ടല്ലോ നമ്മള് പുതിയ വണ്ടി ഇല്ലേ അത് കേറാനുള്ള റോഡ് പോലും ഇല്ല അവിടെ ഒരു അമ്പലത്തിന്റെ മുമ്പിലിട്ട് വണ്ടി നമ്മളെ നാട്ടിൽ അടുത്തൊരു വഴി പോലും ഞാൻ വന്നിട്ട് റെഡിയാക്കിയെന്നില്ലേ എന്ത് വഴി കാണിച്ചു അവിടെ എത്തിയില്ലേ ഞാല് വന്ന് കറക്റ്റ് പൊന്നാനി കാരണം ശരിക്കും പൊന്നാരിക്കാരൻ ഞാനും പാത്തുമാണ് അല്ലേ പക്ഷെ പാത്തുവാണ് എനിക്ക് സംശയം വഴിയൊന്നും അറിയില്ല. ഷൂട്ട് എന്തായാലും വിജയകരമായി പൂർത്തീകരിച്ചു. സെറ്റാണ്. കിടിലൻ സാധനം വരാണ്ടല്ലേ? അപ്പൊ ഈ പെരുന്നാക്കല്ലേ നമ്മള് റിലീസ്? പെരുന്നാക്ക് മക്കളെ അർബാബിന്റെ അനാണ്ട് ഒരു കിഡിലും പാട്ട് വരാണ്ട്. അപ്പൊ എല്ലാരും പാട്ട് കേൾക്കണം, സപ്പോർട്ട് ആക്കണം. ആ ഓടി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റീൽ ചെയ്യണം. അതിന് പറ്റിയ പാട്ടാണ് തോന്നുന്നുണ്ടല്ലേ? അതായത് ഒരു ടച്ചിങ് സാധനമാണ്, അടിപൊളി പാട്ട് കേൾക്കാം. അപ്പൊ എല്ലാരും എങ്ങനെ ഹൃദയത്തിന്റെ അടിത്തറ. അത് സൽമാനൊക്കെ അങ്ങോട്ട് എന്തോ ആയിപ്പോയി പറഞ്ഞു. നമ്മളെ പാട്ടിന്റെ ഡയറക്ടർ സൽമാൻ കേട്ടോ. ഡയറക്ടർ ഇത് DOP സൽമാൻ ഡയറക്ടറാണ് ഈ ഇരിക്കണത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ആ പാട്ട് കേട്ടിട്ട് എൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കണം. നമ്മളിപ്പോൾ ഏകദേശം ഇടക്കരെത്താനായില്ലേ? അപ്പോൾ നമ്മൾ ഹബ് ഫാക്ടറി റോഡ് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഷോപ്പ് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഷോപ്പ് കണ്ടിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ പറയുക മാത്രമല്ല, നമ്മൾ ഈ ഏരിയയിൽ നിലമ്പൂർ ഏരിയയിൽ എല്ലാവരും ഇങ്ങോട്ട് പോരി കേട്ടോ. കിഡിലം ഷൂകൾ നിങ്ങൾക്ക് കിട്ടും. നമ്മളവിടെ ചെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ ഹബ് ഫാക്ടറിയിൽ എത്തിട്ടോ. അതാണ് ഷോപ്പിലെ എൻട്രി. അപ്പോൾ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറുകയാണ്. അപ്പോൾ ഇയാൾക്ക് കയറിക്കോ. അപ്പോൾ നമ്മൾ ഷൂകളൊക്കെ നോക്കിയിട്ട് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സൽമാൻ അർബാബിൻ്റെ അടുത്ത് ലീവ് കിട്ടിയ സന്തോഷത്തിലാണ്. ദുബായിൽ സാധാരണ നാട്ടിൽ ഒരു എടുക്കല്ലേ? ഇതിട്ട കത്തു സൽമാനെ. ഇത് വൺ ഷോ ആട്ടോ. സുഹൃത്തുക്കളെ നമ്മളെ ഷോപ്പ് കേട്ടോ. നമ്മുടെ നെബാൻ ഖാൻ്റെ ഷോപ്പ്. എന്താ അവസ്ഥ? ഷോപ്പ് എങ്ങനെയുണ്ട്? സൽമാൻ ഈ കണ്ണാടി കൂടി എടുത്ത് നീല. ഓക്കെ, അതും ആ ഷൂ ഇട്ടാണല്ലോ. പള്ളിയിൽ ഒന്നാമത്തെ സോഫ് പോയിട്ട് കുത്തിരിക്ക. മൂലേര് ചിരിച്ചിറക്കും. മറ്റേ പറത്തികളൊക്കെ ഇവനെ പോലെ പഴയ പടം കാണാത്ത കുറെ ആൾക്കാരുണ്ട്. എന്താണ് അറിയാൻ തുറപ്പിച്ചില്ലേ? എടുത്തില്ലേ സൽമാനോ? കൺഫ്യൂഷൻ ആയി. വാ, കുറെ സാധനം ഉണ്ടായതുകൊണ്ടേ ഈ കണ്ണാടി വെച്ചേ ചുമപ്പ്. ഇത് കത്തും. ഭയങ്കര ഡൈറ്റോ. നല്ല ഗ്ലാസ് ആണല്ലേ. നമുക്ക് ട്രിപ്പ് പോകുമ്പോൾ ഇവിടെ നിന്ന് ഗ്ലാസ് എടുക്കാം. ക്ലാസ്സിലെടുത്തോ? എടുത്തില്ല. എടുക്കണ്ടേ? ഞാൻ നാളെ എടുത്ത് വെച്ചിട്ടുണ്ടോ? മതി. പാവങ്ങള് എന്താണ് നാളെ എടുത്ത് വെച്ചോന്നുണ്ട്. വേൾഡ് ടൂറിന് മുമ്പ് ഒന്നും എടുക്കില്ല. വേൾഡ് ടൂർ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ഒരു കസാഖിസ്ഥാൻ ട്രിപ്പ് വരുന്നുണ്ട്. അതായത് പെരുന്നാളിൻ്റെ എത്രാമത്തെ ദിവസമാണ് വരുന്നത്? പെരുന്നാളിൻ്റെ 4-ാം തീയതി. അത് ദുബായിലുള്ളവർക്ക് ഭയങ്കര ചീപ്പാണ്. കാരണം ടിക്കറ്റ് റേറ്റ് ഒക്കെ ഭയങ്കര ചീപ്പ്. ഇന്ത്യയിൽ നിന്ന് അത്യാവശ്യം നല്ല ടിക്കറ്റ് വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് കയറുകയാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് വരാണ് ഏറ്റവും ബെറ്റർ. അപ്പം ദുബായ്ക്കാർക്ക് ഏറ്റവും ബെസ്റ്റാണ്. അതേമാതിരി 11-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുണ്ട് ഒരു കസാഖിസ്ഥാൻ ട്രിപ്പ്. 4-ാം തീയതി മുതൽ 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ വേറെ ട്രിപ്പ് ഉണ്ട്. 2 പാക്കേജുകൾ നടക്കുന്നുണ്ട്. റിക്കിഷ ഹോളിഡേയ്സിൻ്റെ നേതൃത്വത്തിലാണ്, സുഫാൻ ഖാൻ്റെ. അപ്പോൾ ഞാനും ഉണ്ട് ആ ട്രിപ്പിൽ. അപ്പോൾ ദുബായിലുള്ള UAE നമ്മൾ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ വിവരങ്ങൾ അറിയിക്കുക. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, DM ആക്കാനും നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പാക്കേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കാം. പറ്റുന്ന ആളുകൾ മുഴുവൻ നമ്മളെ പാക്കേജിൽ പങ്കെടുക്കണം. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരും ഇല്ലാത്തൊരു പെരുന്നാളാണ് നമുക്ക് അല്ലേ? നിങ്ങൾ പെരുന്നാൾ അവിടെ കൂടും കലഫിൻ്റെ അടുത്ത്. ഞങ്ങളോട് ആദ്യത്തെ പെരുന്നാളാണ്. അതുമില്ല, നമ്മൾ ആദ്യത്തെ പെരുന്നാളല്ലേ മൊത്തത്തിലും. മൊത്തം അത് ശരിയല്ലേ? അതുമില്ല. അപ്പോൾ ഇവിടെ ആരും നാട്ടിലില്ല. അപ്പം ആരൊക്കെ ഉണ്ട് സിനിമേനെ? ഞാനും ഇജ്ജു ബാക്കി ആരും ഇവിടെ അല്ല. സൈക്കോ ഉണ്ടാവും, അച്ചു ഉണ്ടാവും അല്ലേ? ബാക്കി ഇവര് ആരും ഇവര് ഫുൾ ടീം പ്രോഗ്രാമിന് പോട്ടോ ദുബായ്. അപ്പോൾ ദുബായ് എന്നാണ് പരിപാടി? പറഞ്ഞു കൊടുക്ക്. 31-ാം തീയതി അല്ലേ?
പെരുന്നാളിൻ്റെ തലേന്നുണ്ട്, അതോ പെരുന്നാളിൻ്റെ പിറ്റേന്ന് അറിയില്ല. രാത്രി ദുബായിയാണ് പരിപാടി, ഫുൾ ടീം. അപ്പോൾ ഹനാൻഷ ലൈവ് അവതരിപ്പിക്കുന്നു അല്ലേ, ഫുൾ പാക്കേജ് പരിപാടി. എന്നൊക്കെ ഗാനമേളയാണ്. അപ്പോൾ എല്ലാവരും ദുബായിക്കാരൊക്കെ പോയി പങ്കെടുക്കുക പരിപാടിയിൽ. ഫസ്റ്റ് ടൈമാണോ ദുബായി പ്രോഗ്രാമിനാണ്? എൻ്റെ ഓർമ്മ കിട്ടുന്നില്ല, ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിക്കാറോ, അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യമാണോ ഡൗട്ട് ഉണ്ട്. ആ ദുബായിക്ക് പ്രോഗ്രാം ഫുൾ ടീമായിട്ട് പോകണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ അപ്പം പറ്റുന്ന ആളുകൾ മൊത്തം, കാരണം അവിടെ നിന്നൊക്കെ ഒരുപാട് ഓഡിയൻസ് ആനാൻ്റെ ഇതിലുണ്ട്. ആ ഓൻ പോയിക്കണേ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് ഓഡിയൻസ്, ബ്ലോഗ് കാണുന്നവരും ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നേരിട്ട് പരിപാടി കാണാനുള്ള അവസരമാണ്. എല്ലാവരും പോയി പങ്കെടുക്കട്ടോ. സൽമാനൊക്കെ എടുക്കുന്ന നല്ല ഷൂകളുണ്ട് കേട്ടോ. അപ്പോൾ വന്ന് എടുക്കുക. ബൻക. അപ്പോൾ തന്നെ നമ്മളെ ഹാഫ് ഫാക്ടറിൻ്റെ മുതലാളി കേട്ടോ. എന്താ പറയല്ലേ ഓഡിയൻസ്? വാലേക്കും സലാം. വളരെ സന്തോഷം. ബാസിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് ഷോപ്പിനെ കുറിച്ച് എന്താ പറയാനോ അറിയാം. എങ്ങനെയുണ്ട് ഇത്? ഷോപ്പില് ഷൂസ് ഉണ്ട്. എന്നിട്ട് പറയും. അല്ല എന്താ പറയണ്ടേ, വളരെ സന്തോഷം. നമ്മളെ നിഹാലിനെ നമ്മൾ പൊന്നാനിൽ നിന്ന് ഇങ്ങോട്ടായിട്ട് ഇറക്കിയതാണ്. ഷൂ സെറ്റ്. ബാസിന്റെ പേര് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. BSNL. നാളെ സാധനം വരല്ലേ? സാധനങ്ങൾ വരാണ്ട് ഈ കാണുന്ന മാത്രമല്ല. അപ്പോൾ എല്ലാവരും വരിക. ഇത് പർച്ചേസ് ഒക്കെ നമ്മളെ ചെക്കൻ്റെ അടുത്ത് നോക്കട്ടെ എല്ലാവരും. നമ്മളെ കമ്പനിക്കാരനാണ്. ഈ അടുത്ത് കല്യാണം കഴിയാൻ പോവാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ചെക്കൻ്റെ അടുത്ത് വന്നുകൊണ്ട് പർച്ചേസ് ചെയ്യുക. ഒരു കല്യാണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ചിലവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചെക്കൻ്റെ ഷോപ്പാണ് വന്നുകൊണ്ട്. അതെ അതെ. അപ്പോൾ എല്ലാവരും വന്ന് പർച്ചേസ് ആക്കിട്ടോ. അപ്പോൾ നമുക്ക് ചെക്കന്മാർക്ക് സാധനം കിട്ടിയിട്ട് ഇതായിരുന്നാ നിഹാൽക്ക, സൽമാൻക. ഞാനൊരു ക്രോക്സ് കൊടുത്ത്. ആ എന്താണ് സോക്സോ കിട്ടില്ല? ഹാപ്പി അല്ലേ? ഹാപ്പി. നിങ്ങൾക്ക് ഹാപ്പി അല്ലേ? ആ കിളിപ്പച്ചാൻ എടുത്തേ, കിളിപ്പച്ചും ചുമപ്പൊക്കെ. എനിക്ക് ഭയങ്കര ഡൗൺ ടേർത്ത് ആണോന്നുണ്ട് അല്ലേ? എനിക്ക് വേണ്ട, ഞാൻ ക്രോക്സിക്ക് സോക്സ് ഇട്ട് ഇറക്കണമല്ലോ. നമ്മള് സാധനമൊക്കെ എടുത്ത് ഇറങ്ങാം കേട്ടോ. സെറ്റല്ലേ? അപ്പം മുതലാളി നമ്മളൊപ്പം വരുന്നുണ്ട്. ഈ നെബുവാൻക്ക് ആളൊരു സംഭവം തന്നെ. നമ്മളെ പരസ്യല്ലേ ഹഫ് ഫാക്ടറി. അവിടെ വരിക, മലപ്പുറം എന്താണ്? അല്ല അല്ല ഷോപ്പ് മലപ്പുറം സ്റ്റോറിൻ്റെ നേരെ മേലെ കേട്ടോ. അപ്പോൾ നമ്മൾ സാധനമൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെബുവാൻക്ക് ആളൊരു കുട്ടി വിളിച്ചാൽമാനെ മേ ഫോണ് പോക്കറ്റ് കേട്ട് എന്നാ ഫോണിന്റെ കോൾ ലിസ്റ്റർ എന്തിനാ കോൾ ലിസ്റ്റർ ഒക്കെ എടുക്കണത്? നമ്മള് പോയാലോ? വേണ്ട, നമ്മള് എമ്മക്കെന്ത് കൊടുക്കണേ? ശരി എന്നാ കയറിക്കോളി. ഹാജി കയറിക്കോ, ഞാൻ അവിടെ ഇറങ്ങും, വീട്ടിലിറങ്ങും. എന്നാ പോയിട്ടോ മോനെ, താങ്ക് യു. ഓക്കെ സെറ്റ്. വലൈസ്ലാം. ഓക്കെ ഓക്കെ.
മറ്റേ ഞാനവിടെ ഇറങ്ങും, പിന്നെ നിങ്ങൾ മാറി കയറാൻ നിൽക്കണ്ടേ? അല്ല ഇജ്ജ് പെട്ടി എടുത്തിട്ട് വരും എന്നിട്ട്. അപ്പം മണ്ടന്മാരെ ഞാൻ സ്കൂട്ടി മേലല്ലേ വരിക, അപ്പോൾ പെട്ടി കൊണ്ട് ഇറങ്ങാറല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ ചാനൽ 200K ആയി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മൾ ചെക്കന്മാർക്കൊക്കെ ചെറിയൊരു മധുരം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും ദുബായി പോവാണ്. നമ്മളെ വീഡിയോ എടുക്കുന്ന KP ആണ്, തെന്നീറുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ, ഒരു ഫുൾ ടീമുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ചെറിയൊരു മധുരം അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മധുരം ഇവിടെ മധുരം കാണാനല്ല, ഒരിട്ട് മധുരം കൊണ്ടിട്ട് മധുരം കൊണ്ടിട്ടേ മധുരം തിന്നാൻ പറ്റൂല, വാങ്ങാനേ പറ്റുള്ളൂ. മധുരം എടുക്കാൻ മറന്നു, കിട്ടി. അപ്പൊ എന്താ വെച്ചാലേ ഇപ്പൊ നമ്മളെ ചാനലേ, എന്റെ ചാനൽ 200K ആയിക്കണേ. അപ്പൊ എല്ലാവർക്കും മധുരം കൊടുക്കണം. അപ്പൊ എന്താ വെച്ചാല് ഒരു മധുരം ഉണ്ട്, ഇതിങ്ങനെ കൈമാറുക, കാരണം നോമ്പുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പ്രതികരണമായി നമ്മള് ജസ്റ്റ് ചെറിയൊരു സന്തോഷം. താങ്ക് യു. ഇതുണ്ടോ നമ്മുടെ ചാനൽ 200K ആയി, അപ്പൊ മധുരം കൊടുക്കണം. അപ്പൊ ഒരു മധുരം ഉണ്ട്, ഇതിങ്ങനെ കൈമാറുക എല്ലാരും. നോമ്പായോണ്ടേ താങ്ക് യു ബാ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു പതക്കം കിട്ടി. ഇനി നമ്മള് അടുത്ത ആൾക്കാരുടെ അടുത്തേക്ക് പോവാട്ടോ. എവിടെ ടീംസൊക്കെ എവിടെ? എടാ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റിയില്ലേ? അവിടെ വേറെ വ്ളോഗ് കിടക്കുകയാണ്. വലിച്ച് കഴിയട്ടെ, പോയോക്കട്ടെ. ഇല്ല ഇവിടെ അല്ല സുഹൃത്തുക്കളെ, അവിടെ വേറെ ഇടുവാ. അത് എന്താ പ്രശ്നം വെച്ചാൽ അവിടെ വേറെ വ്ളോഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ അടിയിൽ പോയിങ്ങാണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈച്ചോനെ വിളിക്കണം. ഈച്ചോ ചാനൽ 200K ആയിക്കണേ. അപ്പോൾ മധുരം തിന്നാനല്ല, നോമ്പായാണ്ട് കൈമാറുക. ആകെ ഒരു മധുരം നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ വാങ്ങിയിട്ട് തിരിച്ച് കവർക്ക് തന്നെ നല്ല വെക്കുക. അത് കുഴപ്പമില്ല, പൊട്ടിയാലും ആദ്യം ഒരു വെച്ചാൽ മതി. അപ്പോൾ 200K ആയിക്കണം നമ്മുടെ ചാനൽ. എന്താ പറയല്ലേ, പ്രേക്ഷകരോടാണ് നമുക്ക് ആദ്യമായിട്ട് നന്ദി പറയുന്നത്. നമ്മളെല്ലാവരും നമ്മളെ കണ്ടിരിക്കണ്ടല്ലോ. അതെ അതെ, അതിന് നിങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും തരണമെന്നുണ്ട്. ചെറിയൊരു മധുരം നമ്മൾ നിങ്ങൾക്കും തരികയാണ്. നോമ്പായതുകൊണ്ട് കഴിക്കാൻ പറ്റൂല. വാ, അപ്പൊ നമ്മുടെ ചാനൽ 200K ആയല്ലോ. അപ്പൊ എന്താ വെച്ചാല് മധുരം വാങ്ങി ഞാൻ. എന്താ വെച്ചാൽ നോമ്പായതുകൊണ്ട് ഇങ്ങനെ മധുരം തരാൻ പറ്റുള്ളൂ. തിന്നണ്ട, ഇത് വാങ്ങുക, എന്നിട്ട് ജീക്കാനെ വിടുക. കാരണം എല്ലാവർക്കും കൊടുക്കണം, നോമ്പല്ലേ. അപ്പൊ നമ്മൾ പ്രതീകാത്മകമായിട്ട് എന്ത് ചെയ്യണം, ആഘോഷിക്കണേ. എടാ നോമ്പ് തരണ്ട. അപ്പൊ നമ്മുടെ ചാനൽ 200K ആയിക്കണേ. അപ്പൊ പ്രേക്ഷകർക്ക് ഇത് എല്ലാവർക്കും കൈമാറണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇത്. ഇജ്ജ് പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി, എനക്ക് വേറൊരു സാധനം ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പൊ എന്താ വെച്ചാൽ അർബാബിന് നമ്മളെ വക വേറൊരു സാധനം ഉണ്ട്. അപ്പൊ അർബാബ് ഡ്രസ്സൊക്കെ മാറ്റി വരട്ടെ. അപ്പൊ ചെക്കന്മാർക്കൊക്കെ നമ്മൾ മധുരം കൊടുക്കാനുള്ളൊരു ഇതാണ്. ബാക്കിയുണ്ട് ഇവിടെ. എടാ നമ്മളെ ചാനൽ 200K ആയിക്കണേ. ഞാൻ നേരത്തെ അല്ല, മധുരം തിന്നാനല്ല, നമ്മൾ ആകെ ഒരു മധുരം വാങ്ങിയിട്ടുള്ളൂ. ഇത് വാങ്ങുന്ന രീതിക്ക് തന്നെ വെക്കുക, കൈമാറുക. സന്തോഷം, ഹാപ്പി ആയില്ലേ? ഇനി അയക്കാൻ വെച്ചാ എന്താ പറയല്ലേ, നമുക്ക് 200K ആയ ഒരു സാഹചര്യത്തിൽ ഓ അതൊന്നും ഇപ്പൊ എന്തായാലും പെട്ടെന്ന് നടക്കൂല. പക്ഷെ എന്നാലും നമുക്ക് തരുന്ന സപ്പോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ അല്ലേ. അപ്പൊ അതിനെല്ലാവർക്കും നന്ദി. സൽമാനെ 200K അല്ല, അത് നമ്മള് അതല്ല, ദുബായിന്ന് വരുമ്പോ തിന്നല്ലോ തൊള്ളിക്കിടല്ലേ. അപ്പൊ അത് കണ്ടോ അവിടെ കൺഗ്രാചുലേഷൻ. താങ്ക് യു. അപ്പൊ എന്താ ചാച്ചോന്ന് ക്യാമറ വാങ്ങിക്കാം, എന്നിട്ട് KP കൂടെ വന്നാ സുഹൃത്തുക്കളെ. അപ്പോ നമ്മളെ ചാനൽ നിങ്ങൾ കാണുന്ന വീഡിയോസിന്റെ ഒക്കെ തമ്പനയിൽ എനിക്ക് ചെയ്തു തരല് നമ്മളെ സ്വന്തം KP ആണ്. എല്ലാവർക്കും അതായത് ഈ ഒരു തമിഴ് ടീമിന്റെ ഭാഗം പറ്റിയ സന്തോഷമുണ്ട്. അതായത് നമ്മളെ ഫുൾ തമ്പനയിൽ എല്ലാവരും ചെക്കന്മാർക്കൊക്കെ ചെയ്യല് KP കേട്ടോ. അതാണ് അതിന് പ്രൊഫഷണൽ ടച്ച് വരുന്നത്. അപ്പൊ അതേമാതിരി നല്ല നല്ല സംഭവങ്ങൾ നിങ്ങൾക്ക് വർക്കുമായി ബന്ധപ്പെട്ട് എന്ത് സാധനം ഉണ്ടെങ്കിലും ഞാൻ എന്നോട് ചോദിക്കണതൊക്കെ ഞാൻ KPനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കല്. നിങ്ങൾ നമ്മളായിട്ട് മെസ്സേജ് അയക്കുക, കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ KPന്റെ എങ്ങനെ കോൺടാക്ട് ചെയ്യണമെന്ന് വരും. ഇല്ലെങ്കിൽ കൃഷ്ണപ്രസാദ് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാലും മതി. അപ്പൊ KP നല്ലൊരു കിടിലം പാട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നിപ്പോ ദുബായി പോയിട്ട് അവിടെ പൊളിച്ചെടുക്കാൻ പോകും. നമ്മുടെ ചെക്കന്മാർ ഫുൾ ടീം പോകട്ടെ. ഒരു പാട്ട് എടുക്കാം, നമ്മളെ
പോണീന്റെ മുമ്പായിട്ട് നമ്മളെ പ്രേക്ഷകർക്ക് മാപ്പിളപ്പാട്ടോ മാപ്പിള പാട്ട് പഠിക്കോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പഠിക്കോ സിനിമ സിനിമ പാട്ടിക്കോ എനിക്ക് ഈ പണ്ടത്തെ പാട്ടൊക്കെ പാടില്ലേ അതിലൊരു പാട്ട് പഠിക്കാം നമ്മൾ ഈ കുറെ ഉമ്മാരും പഴയ ആൾക്കാരൊക്കെ ഉണ്ട് പഴയ ആൾക്കാരുണ്ട് അവർക്കൊക്കെ പറ്റണം നല്ല പഴയതാണോ നല്ലതാണ് ഒരു മീഡിയം ഒരു 80-90s ഓക്കെ ഓക്കെ ആ ലെവലിൽ നല്ലൊരു പാട്ട് ഈ അമ്മയൊക്കെ നല്ല പാട്ടുകൾ പറഞ്ഞ കേൾക്കലുണ്ട് അപ്പം ആ ലെവലിൽ ഏതെങ്കിലും പാട്ട് വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഖിതനതര കാന്തിയോ ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഖിതനതര കാന്തിയോ. അപ്പൊ ദുബായിലുള്ള ആളുകൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിനി എല്ലാവരും ഇവരെ പരിപാടി കാണാൻ ചെല്ലണം എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിനി. അപ്പൊ എല്ലാവരും ചെല്ലുക, പരിപാടി കാണാം. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നേ ഫസ്റ്റ് ആയിട്ട് കാരണം ഫുൾ ടീം ദുബായ് പോകണം അല്ലേ? ഞാൻ ആദ്യമായിട്ടാ പോണേ. അല്ല അങ്ങനെയല്ല, ഫുൾ ടീം. അപ്പോ ആ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. ഫസ്റ്റ് ഫ്ലൈറ്റും കൂടിയാണ്, അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചാണ് ഹനാൻ പഠിപ്പിച്ചു. അപ്പോ പരിപാടി പൊളിച്ചെടുക്കണം. കാരണം ദുബായ് ഹനാന്റെ വ്ളോഗ് കാണുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ കുറെ ഫാമിലീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ 200K കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു മുത്തേ. ഈ 200K ഒരു ഭാഗം പറ്റിയ സന്തോഷമുണ്ട്. ചെറിയ ഭാഗമല്ല, വലിയ ഭാഗം. തംബ്നെയിൽ ഉടനെ വരും. അതായത് നമ്മളൊരു സംഭവത്തിന്റെ ഒരു വീഡിയോന്റെ തംബ്നെയിൽ കണ്ടിട്ട് ആളുകൾ എന്ത് ചെയ്യാം, വീഡിയോയിൽ ഇത് കയറണോ തീരുമാനിക്കാം ഫസ്റ്റ് സാധനം. അപ്പൊ ഞാനാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ KP ആണ് നമ്മൾ തംബ്നെയിൽസും കാര്യങ്ങളൊക്കെ ഫുൾ നമ്മൾ ടീമിന്റെ ചെക്കന്മാരത് എല്ലാവരും ചെയ്യും കേട്ടോ. ഓൻ എങ്ങനെ ഇത് ചെയ്യണമെന്ന്, കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഓൻ തന്നെ ചെയ്യല്, അതിൻ്റെ ഇടയിൽ കൂടെ ഓൻ്റെ വർക്ക് കിടക്കണം കാര്യങ്ങളൊക്കെ. അപ്പോൾ പക്ഷെ എന്നാലും ഓനെ കൊണ്ട് കഴിയണ മാക്സിമം ഓൻ എത്രയും പെട്ടെന്ന് നമുക്ക് ആക്കി തരും, നമ്മളോട് സജഷൻസ് ചോദിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വർക്കുമായി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തമിഴ്സ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ, വർക്കുമായി ജിംഷാക്കൊക്കെ എന്താ പറയാലോ എന്താ പറയും പറഞ്ഞോ ഇജ്ജ് പറഞ്ഞോ അപ്പൊ ജിംഷാദൊക്കെ പുതപ്പൊക്കെ പുതച്ചാ വന്നു കേട്ടോ, ഒരു ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ KP താങ്ക്സ് മുത്തേ, നമ്മളെ തംബ്നെയിൽസൊക്കെ നമ്മൾ പറയുമ്പോൾ ഇന്നോട് ചെയ്തു തരലുണ്ട്. അപ്പൊ അതിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ ഇനി ബാക്കിയുള്ളവരും കൂടി ഡ്രസ്സൊക്കെ മാറ്റട്ടെ. അപ്പൊ നമ്മളെ മധുരം കൊടുക്കൽ ചടങ്ങ് കഴിഞ്ഞു. ഇനി നമുക്ക് അർബാബിന് എന്ത് കൊടുക്കാണ്ട്, ചെറിയൊരു സാധനം കൊടുക്കാണ്ട്. അപ്പോൾ കാരണം അർബാബ് ഈ സിനിമ അർബാബ് പറഞ്ഞ് തൊള്ളിന്ന് പോണില്ല. അപ്പോൾ ഹനാനാണ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള മെയിൻ കാരണം തന്നെയാണ്. കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടില്ലേ ഇനി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വരുന്ന ഏപ്രിൽ 2-ാം തീയതിക്ക് നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം. അതിലൊരു 5-6 മാസം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം എക്സാമിന് വേണ്ടി ഇതാക്കിയപ്പോൾ ഒരു 5-6 മാസം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. കാരണം അല്ലാത്ത കുറേ നല്ല ഗ്യാപ്പ് വെച്ചിട്ട് നമ്മളൊന്നും വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല ഇനി. അപ്പോൾ 5-6 മാസം യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളെ തുടർന്നും. അതെ, പിന്നെ നമുക്കിതിൽ എപ്പോഴും വീണ്ടും മനസ്സിലെന്താ വെച്ചാൽ നമ്മളെ ചെക്കന്മാരെ നിങ്ങൾ കണ്ടിരിക്കണ്ടല്ലോ, അതിനാണ് നമുക്ക് നിങ്ങളോട് ഒരു താങ്ക്സ്. എല്ലാവരും ആരെ വീഡിയോ ആയിക്കോട്ടെ നിങ്ങൾ കണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുന്നുണ്ട്, അതിനാണ് നമുക്ക് നിങ്ങളോട് തീർത്താൽ തീരാത്ത നന്ദി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ നിങ്ങൾ തുടർന്നും കാണണം, എല്ലാവരും കഴിയണ പോലെ സപ്പോർട്ടാക്കണം. അപ്പം ഇനി ഹനാൻ്റെ കുളി കഴിഞ്ഞിട്ട് ഹനാന് ചെറിയൊരു സാധനം കൊടുക്കാണ്ട്, അപ്പോൾ അത് കൊടുക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. KP ഇപ്പൊ എല്ലാവർക്കും നോമ്പാണ്. അപ്പൊ അനക്ക് മാത്രമേ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് തിന്നാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിത് അനക്ക് സമ്മാനിക്കാണ്. അപ്പൊ നമ്മളെ എല്ലാവർക്കും KP കഴിക്കണം, ഇത് കഴിക്കുമ്പത്തേ അതെ കഴിച്ചിട്ടില്ല. അത് കാണാ ഓ അച്യുതക്കാരെ കണ്ടിട്ട് കൊറേ കാലയിക്കണെന്ന് ആൾക്കാരൊക്കെ പറയണ്ട. എവിടെയാണ് എന്തൊക്കെയാണ് പറഞ്ഞത്? സെക്കൻഡ് ഇയർ പഠിച്ചോണ്ടിരിക്കുക, അവിടെ അസൈൻമെന്റും ക്ലാസ്സും അതിന്റെ കൂടെ നോമ്പ് മാസമായിരുന്നു ഈ ഒരു മാസം. എല്ലാ ദിവസവും പള്ളി പലിച്ചക്ക് ചോറിട്ടെങ്കിൽ ഇഷാബാങ്കിന്റെ നിസ്കാരത്തിന് വേണം. അപ്പൊ എങ്ങനെ അറിയാത് ഒരു ടോക്കൺ തരും. അതായത് അത്താഴത്ത് ഫുഡ് ഇട്ടാണെങ്കിൽ ഇഷാന് പോകുമ്പോ കിട്ടുന്ന ടോക്കൺ കൊണ്ടാണ് അത്താഴത്തിന് പോകേണ്ടത്. പിന്നെ തുറക്കാൻ പോണെങ്കിൽ ആളവിടെ മുന്നേ കണ്ടിരുന്നു.
കണ്ട ആളാണ്. അപ്പൊ ടോക്ക് എടുക്കാനായിട്ട് പോകും. അല്ല അല്ല അതല്ല. അപ്പൊ ഈ മാസം പക്കേന് പക്കേനും നമ്മള് എല്ലാം എല്ലാ ചോറും കിട്ടി. എല്ലാ നോമ്പും കിട്ടി. ഗ്രൂപ്പിലുണ്ടാവേ ഫുള്ള് നോമ്പും കിട്ടി. പള്ളിച്ചോറ് പള്ളിച്ചോറ് തന്നെ ഗ്രൂപ്പിലുണ്ട്. ചോറിലെ പള്ളി വെബ്സൈറ്റ് എടുക്കണ്ടേ? വെബ്സൈറ്റ് ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും പള്ളിയിൽ ചോറ് എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ വിവരം കിട്ടും. നേരെ ലൊക്കേഷൻ വിടല. അവിടെ എവിടെയെങ്കിലും ആളുണ്ടാവും. ഇപ്പൊ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ കൊല്ലിക്കും പിടിക്കും. അപ്പൊ അങ്ങനെയാണ് ബാംഗ്ലൂർ ലൈഫ്. തിരിച്ചുകൊണ്ട് പെരുന്നാളുണ്ട്. ഇനി 6 ദിവസം ലീവ് ഉണ്ട്. 8-ാം തീയതി പോകും. എന്റെ വക 2 കൂടി ലീവ്. അപ്പൊ ബാംഗ്ലൂർ പോയിട്ട് അലമ്പും കാര്യങ്ങളൊന്നും ആവില്ല. അത് നമുക്ക് പറയല ആകെ. അപ്പൊ ഈ മുഖം എല്ലാരും ഓർത്തൊക്കെ ബാംഗ്ലൂരിലെ ആൾക്കാര് എവിടെയെങ്കിലും കാണാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യത്തിൽ കണ്ട അപ്പൊ ഞങ്ങള് വിവരം അറിയിക്കണം. ഒന്ന് പൊട്ടിച്ചിട്ട് അതായത് നമ്മള് മുഖം ഒന്നും സൂം ചെയ്യുക. മുഖം ഇല്ലല്ല ക്ലിപ്പ് ഉണ്ട് കേട്ടോ. ഈ മുഖം കർത്തവാവിന്റെ അന്ന് അർദ്ധരാത്രി ഇരുട്ടത്ത് രാത്രി 12 മണിക്ക് കണ്ടാലും നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റണം, തിരിച്ചറിയാൻ ഒന്ന് പൊട്ടിക്കാൻ പറ്റണം. അതിനാണ് ഇത്ര സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അതായത് അലമ്പ് പരിപാടികളിൽ എവിടെ കണ്ടാലും നിങ്ങൾ നമ്മളുമായി എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക, വിവരങ്ങൾ അറിയിക്കുക. കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല, പേടില്ലല്ലോ. പേടില്ല. വൺ കോൺഫിഡൻസ് ആണ്, കംഫർട്ട് ആണ്. നമുക്ക് പേടില്ലല്ലോ. ഈ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ? എന്തിലും അതാവുമ്പോ നമുക്ക് കാരണം തെറ്റ് ചെയ്യാൻ നമുക്ക് പേടിക്കേണ്ടുള്ളൂ. നമ്മൾ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ടില്ല. അപ്പൊ അജുദിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ഇനി ഏതായാലും അർബാബിന്റെ അനാന്റെ കൈ കേട്ടോ. അർബാബ് പറഞ്ഞ എല്ലാരും അർബാബ് ഇവരൊക്കെ അർബാബിന്റെ തെൻവീർ കവാ മുങ്ങല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ തെൻവീർ നാനാന്റെ കൂടെ പ്രോഗ്രാമിൽ പോവാണ് അല്ലേ? ദുബായിൽ ഫസ്റ്റ് ടൈം അല്ലേ പ്രോഗ്രാം നമ്മൾ വരുന്നത്? ഫുൾ ടീം. ഓക്കെ. അപ്പൊ കിടിലൻ മാപ്പിള പാട്ടുകൾ കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ പരിപാടി ലൊക്കേഷനൊക്കെ അറിയോ? പരിപാടി നടക്കണേ അൽ നാസറിലുള്ള ലഷർലാൻഡിൽ വെച്ചാണ് നടക്കുന്ന പരിപാടി. ദുബായ് ഊതുമേത്ത 31-ാം തീയതി രാത്രി 8 മണിക്കാണ് പരിപാടി. അതെ, നാളെ രാത്രി 8 മണിക്ക്. രാത്രി 8 മണിക്ക്. അപ്പൊ അവിടെ ഉള്ളവരൊക്കെ എന്തായാലും പരിപാടിക്ക് വരാം. ടിക്കറ്റിന്റെ ലിങ്ക് സ്റ്റോറിയിലൊക്കെ എന്തായാലും ഉണ്ടാവും, ഹനാൻഡിയിലൊക്കെ ഉണ്ടാവില്ലേ? എല്ലാരിലും ഉണ്ടാവും. അപ്പൊ എല്ലാരും പങ്കെടുക്കാം. ഒരു മാപ്പിളപ്പാട്ട് പഠിക്കേ. മാപ്പിളപ്പാട്ട് എങ്ങനത്തെ മാപ്പിളപ്പാട്ടാണ് ഇഷ്ടപ്പെട്ടെ? ഈ ഒരു മാപ്പിളപ്പാട്ടുകാരൻ എങ്ങനത്തെ മാപ്പിളപ്പാട്ട് വേണ്ട നമ്മളോട് കേൾക്കാൻ പാടില്ല. എനിക്ക് ഇഷ്ടമല്ല പാടാ. മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരേ ഹാത്തിമുന്നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച് കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ച് ഓ അടിപൊളി. അപ്പൊ നമ്മള് പണ്ടൊരു കേരളത്തിലെ പ്രമാദമായ ഒരു പരിപാടിയിൽ നമ്മൾ പങ്കെടുത്തിനി. അതൊന്ന് പറഞ്ഞത് ഏത് പരിപാടിയിലേനി? കണ്ട കുറെ ആളുകളുണ്ട്, കാരണം ഫേസ് ഒക്കെ മാറി. അപ്പൊ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുണ്ടാവില്ല. 14,000 മീഡിയ വണ്ണിലുള്ള ഒരു പരിപാടിയിലുണ്ടായിരുന്നു, പങ്കെടുത്തിനി. ഏത് വർഷം? സീസൺ 6. വർഷം ഏതേക്കാരപ്പം? ഒരു 3-4 കൊല്ലം മുമ്പ്. ഓക്കെ. പിന്നെ ഒരു കൊല്ലം മുമ്പ് സ്റ്റാർ സിംഗറില് സീസൺ 9. അപ്പൊ ഫേസ് അന്ന് പങ്കെടുത്തപ്പോ ഫേസ് ഒക്കെ മാറിയില്ല. എന്റെ ഫേസ് കുറച്ച് തടി ഒരു പൊടിക്ക് കൂടിക്കണം. കാരണം അന്ന് നമ്മള് വീഡിയോ ഒക്കെ നമ്മള് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുമ്പോ കണ്ടങ്ങൾക്ക് മനസ്സിലാവും. തെൻവീർ മിർസ അല്ലെ അടിച്ചാൽ നമുക്ക് കാണാം. പണ്ടത്തെ പോലെ ഇപ്പത്തെ പോലെ നമുക്ക് കാണട്ടോ. അപ്പൊ ദുബായി പോയി പൊളിക്കാം നമ്മള്. ഇഷ്ടംപോലെ മാപ്പിള പാടുന്ന ഒരു ശേഖരണം പോയിട്ടുണ്ട്. ഇതെന്താ സാധനം? ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള് എല്ലാം ഫങ്ഷൻ ചെയ്യും. ചെറിയതുള്ളൂ. ഇത് ഞാനല്ല. ഇതുകൊണ്ടെന്തൊരു സൈഡ് എഫക്ട് ഉണ്ടോ? സൈഡാവും, അത്രേ ഉള്ളൂ. എക്സസൈസ് ചെയ്യണോ? സംഭവം മസാജ് ചെയ്യണതാണ്. ബ്ലഡ് സർക്കുലേഷൻ ചെയ്യണതാണ്. പക്ഷെ ഉണ്ടല്ലോ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ? കാരണം അല്ലാതെ ഇത് ഇത്ര ഇതില് എഫക്റ്റിൽ വർക്കാവില്ല. അതേപോലെ വേറെ സാധനം അല്ലേ? അതിന്റെ ഡൂപ്ലിയാണ്. എനിക്ക് തോന്നുന്നത് വെക്കാൻ പറ്റൂല. ഇതിന്റെ പവർ കൂടിയ മോഡലാ.
ഇതെന്തിനെന്നറിയോ? ഈ നരമ്പിന്റെ ഫംഗ്ഷൻ പോയിട്ട് ഇങ്ങനെ ആവാണ്ടിരിക്കുന്ന ആൾക്കാരില്ലേ, അവർക്കുള്ള എക്സസൈസ് ചെയ്യിപ്പിക്കണം, അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാം. ഇത് അന്ന് ഡൽഹി പോയപ്പോ വാങ്ങിയാണേ. ഇത് ഷോക്ക്. പക്ഷെ ഈ ഒരു ചെറിയ സാധനത്തിന് ഇത്ര ഇത് വരണമെങ്കിൽ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. മാഗ്നറ്റ് ആയിക്കോട്ടെ, പക്ഷെ എന്നാലും ഇതിനുള്ളിൽ ബാറ്ററി അല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? പക്ഷെ ആ ബാറ്ററി വന്ന് ഇത്ര പവറിൽ നമ്മളെ കൈമക്ക് ഷോക്ക് വരണ്ടേ? ഈ സാധനത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരിട്ടോ. കാരണം സൈഡ് എഫക്ട് ഉണ്ട് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ? കാരണം അല്ലാതെ ഇത്ര എഫക്റ്റ് ആയിട്ട് നമുക്ക് വർക്കാവൂല. രസമുണ്ട്, പക്ഷെ കൈ ആകെ നമ്മളെ കൺട്രോളിൽ നിന്ന് പോവാണ്. നമ്മൾ വിചാരിക്കണം നല്ല ചെയ്യണതേ. അസ്സലാമലൈക്കും. ആരബി ഇരിക്കണേ? ഇതെവിടുന്ന് പടക്കം ഇവിടെ? സൽമാന്റെ പാത സ്വീകരിച്ച് എന്നെ കാണാൻ പുതിയായിട്ട് റിച്ചോ. എങ്ങനെയുണ്ട്? നോമ്പൊക്കെ എങ്ങനെയുണ്ട്? സെറ്റാണ്. ഇന്ന് നോമ്പുണ്ടോ? ഭയങ്കര ക്ഷീണം വരണ്ടല്ലോ എനിക്ക്. എന്തോ ഒരു സങ്കടം. ഓനാകെ ക്ഷീണിച്ചിരിക്കണാരി. കളി കഴിഞ്ഞു വരാണോ? അതാണ് ക്ഷീണം. എന്തിനു ഏതാ മുട്ട? എന്തിനാ പടക്കം? എന്തിനാണ്? എന്താ പർപ്പസ്? വെറുതെ ഷോ? ഓല പടക്കം. ഇന്നിപ്പോ പെര പൂരപ്പറമ്പാക്കും നമ്മള്. പാപ്പാനോട് പറഞ്ഞോ? സീനൊന്നുമില്ല. പാപ്പൊക്കെ ഫുൾ കമ്പനി പൊട്ടിക്കാൻ പറഞ്ഞേ. എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു? എങ്ങനെയുണ്ട് സ്കൂളത്തെ? എന്താ സ്കൂളത്തെ വിവരങ്ങളൊക്കെ എന്തൊക്കെ? സ്കൂളൊക്കെ പൂട്ടിയില്ലേ? ഇനി എന്താ പ്ലാൻ? 2 മാസം എന്താണ് എൻ്റെ പ്ലാന്? എങ്ങനെ? ആര്? പറഞ്ഞു തങ്ങള് പിന്നെയും പടക്കം വാങ്ങി വന്നിക്കണ്. അതല്ല, 2 മാസം എന്താ ഇനി പ്ലാന്? സ്കൂളൊക്കെ പൂട്ടിയല്ലോ. മാനേരി പോവും. പിന്നെ അവിടെ കുട്ടികളൊക്കെ ഉണ്ടോ കളിച്ചാന്? ഞാൻ ബാഗ് കീരി നോക്കിയാ. ആരാണ്? ഇതൊക്കെ പടക്കൊക്കെ വാങ്ങി നിൽക്കണ്. ഇന്ന് രാത്രി പൊട്ടിച്ചാ. എന്താണ് റിച്ചോ? എന്തിനാ പറ്റണ്? എന്നാ നീച്ച് അർബാബ് ഇന്ന് പോവുകയാണ്. ദുബായ് പോകണ. ഒരു ഷെയ്ഖാന്റെ കൊടുക്ക്. ആര്? ടീച്ചർ പറഞ്ഞോ? അവസാനം ടീച്ചർ പറഞ്ഞറിയേണ്ടി വന്ന് അല്ലേ? പരിപാടിയൊക്കെ നമ്മള് അല്ലേ? ഇമ്മച്ചിനാണ് പറയണത്. ഇമ്മച്ചി പറഞ്ഞ ടീച്ചറാണ് അല്ലേ? അപ്പോൾ ഒരു വിഷൊക്കെ കൊടുക്ക്. ദുബായിക്ക് പരിപാടിക്ക് പോവാ. അപ്പൊ ഇങ്ങോട്ട് ഷെയ്ഖാൻ്റെ ഒക്കെ കൊടുക്ക്. എനിക്ക് സന്തോഷമൊന്നുമില്ലാന്നോ? അങ്ങനെ എൻ്റെ സങ്കടത്തിലൊക്കെ ഒരു സന്തോഷിക്കണ്ടാവും അല്ലേ റിച്ചോ? സാറാ എനിക്കൊരു സാധനം തരാം. അത് കറക്റ്റ് ടൈമിൽ വന്നിക്കണം. വാ, റിച്ചു സാറിനൊരു സാധനം കൊടുക്കട്ടെ. കേട്ടോ നോമ്പില്ലല്ലോ. നോമ്പുണ്ടെങ്കിൽ തുറന്നിട്ട് കേട്ടോ. മറ്റേ എടുക്കാം. വാങ്ങിച്ചിട്ട് ഒരു മാസമായി. അതാണ് സാധനം കേട്ടോ. അത് ഓന് ജസ്റ്റ് പ്രോഗ്രാമിങ് ഇത് ഞാൻ നാളെ അതിൻ്റെ ഉള്ളിൽ വെച്ചതേനി. ഓനെ പേടിപ്പിച്ചാൻ വേണ്ടിയാണ്. ഇത് പോക്കറ്റിലിട്ടെ. ഈ സമയത്ത് പേടിച്ചാൽ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിത് കൊടുക്കാൻ പോകട്ടോ. അതായത് നമ്മളെ യൂട്യൂബിൻ്റെ അർബാബാണ്. ഞാൻ പറഞ്ഞു യൂട്യൂബ് പോകാൻ കാരണമാണ് നമ്മൾ തുടങ്ങിയതും നമ്മളെ കാണണമൊക്കെ പോകാൻ കാരണമാണ്. അത് നമ്മളെ കൊണ്ട് അതിനെ ചെറിയൊരു ഗിഫ്റ്റ്. കമൺ, ചെറിയൊരു സന്തോഷം. ഹനാനെ 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 ഇജടെ കുത്തിർക്ക് അവിടെ കുത്തിർക്ക്.
എന്നിട്ട് കണ്ണടക്ക് കൂട്ടിമുട്ടാണ്. കണ്ണടക്ക്. പാമ്പിനായിട്ട് ഞാൻ വരും നടക്കുന്നുണ്ടോ എന്നാ കണ്ണടക്ക്. ഞാൻ പറയാതെ ഉറക്കരുത് കേട്ടോ. കൈ ഇങ്ങനെ പിടിച്ച് നോട്ടീസോ നിങ്ങൾ ഉറങ്ങുകയാണ്. കണ്ണടച്ചില്ലേ? തുറന്നിട്ടില്ലല്ലോ? തീരെ തുറന്നില്ലല്ലോ? ഏതില്ല. അയ്യ എന്താ കാട്ടുന്നത്? എനിക്ക് പണ്ടത്തെ ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ആരാണ് കാണാൻ ആഗ്രഹിക്കുന്നില്ല. കൈ നീട്ടി പിടിച്ച് പൊട്ട ഇങ്ങനെ പിടി. ഓക്കെ അല്ലേ? പാമ്പൊന്നല്ല. ഇനി കണ്ണുറന്ന കണ്ണുറക്ക്. അപ്പൊ നമ്മള് പാമ്പ് കൊണ്ട് വരൂലെന്ന് വിചാരിച്ചു. നമ്മള് പാമ്പ് കൊണ്ട് വന്നു. ഇനി നമ്മള് ശരിക്കും തരാൻ വിചാരിച്ച സാധനമല്ല കേട്ടോ. അതായത് നമ്മള് ചെറിയൊരു സന്തോഷമാണ്. അതായത് നമ്മൾ പറഞ്ഞത് നമ്മൾ യൂട്യൂബിന്റെ അർബാബാണ്. അപ്പോൾ എനിക്ക് പ്രോഗ്രാമിന് ഇടാൻ പറ്റിയ ചെറിയൊരു ഷൂ. അതായത് ഞാൻ ബാലൻസ് സമ്മാനിക്കുന്ന, ന്യൂ ബാലൻസ് തരാനുള്ളൊരു കപ്പാസിറ്റി നമുക്കിപ്പോൾ അല്ല. അപ്പോൾ ഞാൻ ബാലൻസ് സമ്മാനിക്കുന്ന ഞാൻ ബാലൻസ്, അതായത് ഞാൻ ബാലൻസ് തരുന്ന പൈസ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ വാങ്ങിയ ചെറിയ ഗിഫ്റ്റാണ്. അപ്പോൾ ഞാൻ ബാലൻസ് സമ്മാനിക്കുന്ന ചെറിയൊരു ഷൂ. അതിക്കോ ഇതാക്കണ ഒരു ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഒരു ചെറിയ സോക്സ്. അതെ, അങ്ങനെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ചെറുതായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പം നമ്മുടെ ചാനൽ 200K ആവാനില്ല മെയിൻ കാരണം, ചാനൽ തുടങ്ങാൻ കാരണം എല്ലാം ആ പ്രിൻസിപ്പൾ, അത് യൂട്യൂബ് അക്കാഡമിന്റെ പ്രിൻസിപ്പൾ തുടങ്ങിപ്പിച്ചു. അതെന്താ വെച്ചാൽ ഒരുപാട് കണ്ടന്റ്സ് എല്ലാവരുടെ കയ്യിലുണ്ട്. ജിംഷാനേതായ കണ്ടന്റ്സ് ഉണ്ട്, ഓൻ്റെതായ കയ്യിലുണ്ട്. ഇപ്പൊ ഫോട്ടോഗ്രാഫറാണ്, ഇത് വീഡിയോഗ്രാഫറാണ്. ബാസിൽ നല്ല രീതിയിൽ ഒരു കണ്ടന്റ് പ്രസന്റ് ചെയ്യും. എന്തെങ്കിലും ഒരു സാധനം കൈ കൊടുത്താൽ പ്രസന്റ് ചെയ്ത് പറയാനും കഴിയും, പ്രസംഗിക്കാനും അവന് കഴിയും. ഇത് എന്ത് വീഡിയോ കൊടുത്താലും എഡിറ്റ് ചെയ്ത് സിനിമ ക്വാളിറ്റിയിലാക്കി തരുന്ന ഒരാളാണ്. ഇവരൊക്കെ എന്റെ കയ്യിൽ വരുമ്പോ എങ്ങനെയാവും? ഒരു പണി എടുക്കാതെ കുനാഫ തിന്നാൻ കുനാഫ എന്നാൻ വരിക. ഊണ എവിടെയാ കിട്ടുക? മറ്റേ അയല പൊരിച്ചതിലുണ്ടാവോ ഇതൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു മൂട ആൾക്കാരാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെ വിലക്ക് വന്നപ്പോ ഞാൻ അവലോട് ജസ്റ്റ് പറഞ്ഞിട്ടു, തുടങ്ങിക്കോളി, നിങ്ങളതായ കണ്ടന്റ്സ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളി. അപ്പൊ ഓലന്നെ വിത്തിട്ട് ഓലന്നെയാണ് ഇതിന്റെ ബാക്കിലുള്ളത്. പക്ഷെ ഞങ്ങളൊരു ടീമാണ്, ആർക്കും തകർക്കാൻ പറ്റാത്ത. ഞങ്ങൾ ഒറ്റക്കല്ല. അപ്പൊ അങ്ങനെ ഇനി നമ്മൾ നിന്നാലും നമുക്ക് സമയം വേകും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാം. അപ്പൊ എല്ലാവർക്കും ഒരുപാട് ബാസിലിന്റെ ചാനൽ 200K ആക്കി തന്ന എല്ലാ പ്രിയപ്പെട്ട ഓഡിയൻസിനോടും ഞങ്ങൾ ബിഗ് താങ്ക് യു. അപ്പൊ എന്തായാലും ഈ ചാനൽ വിജയിപ്പിച്ച എല്ലാവർക്കും ഞങ്ങൾ താങ്ക് യു ഗൈസ്. മതി